ഹലോ ഗായ്സ്, ഐ ആം മാനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ വെറുതെ കുത്തിയിരിക്കുന്ന ഒരു ദിവസം കാണിച്ചു തരാൻ വേണ്ടി. ഒരു മാസമായി ഞാൻ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഇന്ന് വീട്ടിൽ വന്നിട്ടുള്ള ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രാവിലെ എണീറ്റ് എന്നത്തെയും പോലെ ആദ്യത്തെ പരിപാടി ബെഡ് വൃത്തിയാക്കലാണ്. രാവിലെ എണീക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ലപോലെ നേരമൊക്കെ വീയിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റ് ബെഡെല്ലാം വൃത്തിയാക്കി പറമ്പിലൂടെ കുറേ നേരം നടന്നു. രാത്രി മഴയൊക്കെ പെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ നനഞ്ഞ് കിടപ്പാണ്. അങ്ങനെ പറമ്പിലൂടെയൊക്കെ നടന്നതിന് ശേഷം രാവിലെ ഉമ്മർത്ത് വെറുതെ കുത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ കറണ്ടെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലേക്കുള്ള പുട്ടിൻ്റെ പരിപാടികളാണ് രാവിലെ പുട്ടെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കുറേ തുണികൾ അലക്കാൻ കൊണ്ടുവന്നായിരുന്നു. ആ അലക്കാൻ കൊണ്ടുവന്ന തുണികളെല്ലാം മെഷീനിലിട്ട് അപ്പോഴേക്കും പുട്ടെല്ലാം വെന്ത് വന്നു, കറണ്ടും വന്നു. അങ്ങനെ പുട്ടും ചിക്കൻ കറിയും രാവിലെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം വെറുതെ ടി വി കണ്ടുകൊണ്ടിരുന്നു. ആ ടി വി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ദാണ്ട് പഴുത്ത മാങ്ങ ഇന്നലത്തെ മഴയത്ത് വീണതാണെന്ന് തോന്നുന്നു. അത് കഴിച്ചു. അപ്പോഴേക്കും ഉച്ചയായി. ഉച്ചയ്ക്ക് ചോറുണ്ടു. പിന്നെ വെറുതെ കുറേ നേരം ഫോൺ നോക്കിയിരിപ്പാണ്. ഫോൺ നോക്കി എപ്പോഴോ അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഒരു വഴിയായി. പിന്നെ കുറച്ച് മുന്തിരിയെല്ലാം ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അത് കഴിച്ച് ഉണ്ണിയുടെ കൂടെ ഷട്ടിൽ കളിക്കാൻ ഇറങ്ങി. ഷട്ടിൽ കളിക്കുന്നത് കോമഡിയായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് തട്ടും, പറമ്പിൽ പോവും, അത് പെറുക്കാൻ പോവും, തിരിച്ചു വരും. അങ്ങനെ ഭയങ്കര രസകരമായിരുന്നു ഞങ്ങൾ ഷട്ടിൽ കളി ഉണ്ടായിരുന്നത്. അങ്ങനെ ഷട്ടിൽ കളിച്ച് ഇതാട്ടെ കോക്ക് തേക്കിൻ്റെ മണ്ടേ വരെ കീറി. അങ്ങനെ തേക്കിൻ്റെ മണ്ടയിൽ നിന്ന് കോക്കെല്ലാം എടുത്ത ശേഷം പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് കടയിൽ പോകാമെന്ന് വെച്ച് അങ്ങനെ ഞാൻ കടയിലേക്ക് പോകണം. അങ്ങനെ ഒരു 5:30 കാണും. അങ്ങനെ കടയിലെത്തിയപ്പോൾ ഇതാണ്ടേ പ്രത്യേകിച്ച് പച്ചക്കറിയൊന്നും അവിടെ ഇല്ല. എന്ത് മേടിക്കാനാ? അങ്ങനെ ഞാൻ പോയി എന്തൊക്കെയോ മേടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും നല്ല ചായയൊക്കെ ഉണ്ടാക്കി ചായയെല്ലാം കുടിച്ചു. പിന്നെ വീണ്ടും വെറുതെ ഉമ്മർത്ത് കുറേ നേരം കുത്തിയിരുന്നു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് കുറേ മാങ്ങകളുമായിട്ട് ദാണ്ടെ അമ്മ വരുന്നു. ഇന്നലത്തെ മഴയത്ത് വീണതാണെല്ലാം. പിന്നെ അതെല്ലാം ചെത്തി തിന്നു. കുറച്ച് നേരം പിന്നെയും ടി വി കണ്ടു. അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും രാത്രി ഭക്ഷണം കഴിക്കാനുള്ള സമയം. അപ്പോൾ വിചാരിച്ചു രാത്രിക്ക് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. അങ്ങനെ രാത്രിക്കുള്ള ഓംപ്ലേറ്റ് എല്ലാം ഉണ്ടാക്കി അത് കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോവാണ്. അത് രാത്രിക്കുള്ള ഇതൊക്കെയായിരുന്നു. ചോറ്, സാമ്പാറും, മുട്ട വറുത്തതും, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാളെ തിരിച്ചു പോകണമല്ലോ എന്നുള്ള ചിന്തയിലിരിക്കുകയാണ്. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് പിന്നെയും ചെന്ന് ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇങ്ങനെ ഇതുവരെ തീർന്നിട്ടില്ല. അത് കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് പുസ്തകം വായിച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് ഫോൺ നോക്കാൻ തീരുമാനിച്ചു. നല്ല നല്ല ഡ്രസ്സുകളെല്ലാം ഉണ്ടായിരുന്നു. ആ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ രസം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇടയിൽ അഭിരാമി മെസ്സേജ് അയച്ചു. അവൾക്ക് OBG അസൈൻമെൻറ്റിൻ്റെ ഇത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതിന് വേണ്ടി ഞാൻ കൊണ്ടുവന്ന പുസ്തകവും ഞാൻ തുറന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇന്നത്തെ ദിവസം വെറുതെ കുത്തിയിരുന്ന് അവസാനിപ്പിച്ചു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.